നമസ്കാരം. നമസ്കാരം. നമസ്കാരം സുബ്രഹ്മണ്യൻ ചേട്ടാ. നമസ്കാരം വിഷാടി. എന്റെ കൂടെ കാലങ്ങളോളം മിമിക്രിക്ക് ധർമ്മജൻ ബോൽഗാട്ടി എന്നൊരാള് നടന്നെങ്കിലും ഞാൻ കേൾക്കുന്ന ആദ്യത്തെ ബോൽഗാട്ടി സുബ്രഹ്മണ്യം ബോൽഗാട്ടി എന്നുള്ളതാണ്. താങ്ക് യു. ബോൽഗാട്ടി പാലസ് വരെ ഞാൻ അറിഞ്ഞത് സുബ്രഹ്മണ്യം ബോൽഗാട്ടി ചെരമ്പടിയാ. അതിനു മുമ്പ് എനിക്ക് അതുപോലും അറിയത്തില്ലായിരുന്നു. അതെ, അത് കലാഭവൻ മണി ഒരു പ്രാവശ്യം അവിടെ ഒരു ഇനോഗ്രേഷൻ വന്നായിരുന്നു ബോൾഗാട്ടിയിൽ. അപ്പൊ ആദ്യം പറഞ്ഞ വാചകം ഇതായിരുന്നു, ബോൾഗാട്ടി എന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആദ്യം ബോൾഗാട്ടി എന്ന് കേൾക്കുന്ന സുബ്രഹ്മണ്യം ബോൾഗാട്ടിയുടെ പേരിലാണെന്ന് പണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര വർഷമായി സുബ്രഹ്മണ്യൻ ചേട്ടാ പരിപാടി തുടങ്ങിയിട്ട്? 35 വർഷമായി. 35 വർഷം പരിപാടി. ഹൈലൈറ്റ്സിൽ ചേട്ടൻ കളിച്ചോണ്ടിരുന്നതാണ്. ഹൈലൈറ്റ്സിൽ ഉണ്ടായിരുന്നു. അതിക്ക് മുമ്പ് രസിക ഫോം ചെയ്ത കൊച്ചിൻ രസിക ഫോം ചെയ്ത ഞങ്ങളാണ്. പിന്നെ ഹൈലൈറ്റ്സ്, പിന്നെ കൊച്ചിൻ സംഘമിത്ര, സംഘകല, അങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ. പിന്നെ കൊല്ലം സിറാജ് ഞങ്ങൾ ഒന്നിച്ചൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചിൻ രസിക ഫോം ചെയ്ത കാലം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറയാതെ പോകാൻ പറ്റത്തില്ല. മിമിക്രി കലാഭവനും ഹരിശ്രീ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും 30 ദിവസവും പ്രോഗ്രാം കളിക്കാമെന്ന് തെളിയിച്ച ട്രൂപ്പുകളിൽ ഒന്നാണ് രസിക എന്ന് പറയുന്ന ട്രൂപ്പ്. അതിന്റെ ഓണർ ഒരു ഷാജി സരികയാണ്. ഷാജി സരിക അദ്ദേഹം പ്രോഗ്രാം ഏജന്റ് കൂടെയാണ്. ആ ഷാജി ചേട്ടന്റെ മകനാണ് ഇപ്പൊ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്ന 26 വയസ്സുള്ള ചെറുക്കൻ അല്ലേ? അവനൊക്കെ എടുത്തോണ്ട് ഞാൻ ഭീഷ്മപർവത്തിന്റെ തിരക്കഥ എടുത്തോണ്ട് നടന്ന സുബ്രഹ്മണ്യം പോലെ. അതെ, സുബ്രഹ്മണ്യൻ ചേട്ടൻ കുറെ വ്യത്യസ്തമായ ഇനങ്ങൾ അന്ന് ഫിഗർ ഷോകൾ കൊണ്ടുവന്നത്. എനിക്കൊന്ന് ചിത്രഗീതം എന്നൊക്കെ പറയുന്ന പരിപാടി ആദ്യം ഞാൻ കണ്ടിട്ടുള്ളത് സുബ്രഹ്മണ്യന്റെ പരിപാടിയിൽ നിന്ന്. കുഞ്ചൻ ചേട്ടൻ കണ്ടിട്ടില്ലേ സുബ്രഹ്മണ്യൻ ചേട്ടനെ? ഞാൻ രായപ്പൻ ചേട്ടന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് വീരരായപ്പൻ ചേട്ടന്റെ ശബ്ദം അനുകരിച്ചത് ഞാൻ തന്നെയാണ്. രാജപ്പന്റെ ശബ്ദം ഞങ്ങൾക്ക് രാജന്റെ ഒരു കഥാപ്രസംഗത്തിന്റെ ഒരു ക്യാപ്സൂള്, മൊത്തം പറയാൻ പറ്റൂല, ഒരു ക്യാപ്സൂളായിട്ട് ഞാൻ ഒരു മിനിറ്റിന്റെ പരിപാടി. അപ്പൊ ആരെങ്കിലും എനിക്കൊരു ഷാള് തന്നാല് വളരെ ഉപകാരമായി. ബഹുമാന്യ കലാസ്നേഹികളെ, അനുഭവസമ്പന്നരായ അമൃത TV പ്രേക്ഷകരെ, പ്രിയപ്പെട്ട എൻ്റെ വിശാലടി, സ്നേഹമുള്ള കുഞ്ചേട്ടൻ, തങ്കൊച്ചി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ, ഈ കഥയുടെ പേര് ഗുണ്ട്. വെടിമരുന്നല്ലിത്, 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 വെടിക്കെട്ടിൽ കാണുന്ന നിറകുണ്ടുമല്ലിത്, ഇവിടെ ജനകോടികൾ മോന്തുന്ന ഷാപ്പിലെ ലിവറുവാട്ടുന്നൊരീ ചാരായ ഗുണ്ടിത്, വെടിമരുന്നല്ലിത്. അതേ സുഹൃത്തുക്കളെ, വെടിമരുന്നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു അമിട്ടോ ഗുണ്ടോ അല്ലത്. പിന്നെയോ ഷാപ്പിന്റെ ഗന്ധവും വാറ്റിന്റെ നാറ്റവും മറ്റേ രൂറ്റം കഥ. അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ, ഗുണ്ട്. ഈ കഥ നടക്കുന്ന ഇവിടെയൊന്നുമല്ല. ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ അണ്ണാൻ ചപ്പിയ മാങ്ങാണ്ടി പോലെ ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമായി കിടക്കുന്ന ഒരു സംസ്ഥാനം. അതാണ് നമ്മുടെ കൊച്ചു കേരളം. അഴിമതിക്കും കാലിവാരനും കവർച്ചയ്ക്കും കൈക്കൂലിക്കും, എന്തിനേറെ നാടിൻ്റെ യശസ്സിൽ വാനോട് ഉയർത്തുന്ന പെൺവാണിഭത്തിനും ചാരവൃത്തിക്കും മുൻപന്തി നിൽക്കുന്ന കേരളം. ഈ കേരളത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പാർട്ടിക്കാര് നാണം കേട്ട ഭരണക്കാര്, നാട് മുടിക്കും മന്ത്രിമാർ, കോഴ വാങ്ങും പോലീസുകാര്, ഫയല് മുക്കും CBI, കേസ് വാങ്ങും കോടതിയും, ആകെ മൊത്തം അവിയലാണടോ, ഈ നാട് മൊത്തം നാശമായടോ. ഇവരൊത്തു ചേർന്ന് തൂത്തുപാരും നാട് കേരളം, ജീവിക്കാനായി തെണ്ടണം, തെണ്ടി മരിക്കണം. വില കയറണ കാരണം വേഷം വാങ്ങാൻ തെണ്ടണം, വില കയറണ കാരണം വേഷം വാങ്ങാൻ തെണ്ടണം. ഈ കേരളത്തിന്റെ തെക്ക് നിന്ന് വടക്കോട്ട് നോക്കിയാൽ വടക്ക് കാണാം, വടക്ക് നിന്ന് തെക്കോട്ട് നോക്കിയാൽ തെക്കും കാണാം. പക്ഷെ ഈ കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, താഴേക്ക് നോക്കിയാൽ ഭൂമിയും കാണാം, മുകളിലേക്ക് നോക്കിയാൽ മാനം കാണാം. പക്ഷെ മാനമുള്ളവർ തന്നെ കാണാൻ നോക്കി മഷിയിട്ട് നോക്കണം. ബഹുമാന്റെ നന്ദി, നമസ്കാരം. സുബ്രഹ്മണ്യൻ ചേട്ടൻ സിനിമകളിൽ ഏതൊക്കെയായിരുന്നു സുബ്രഹ്മണ്യൻ ചേട്ടൻ പ്രധാന വേഷങ്ങൾ? സൗണ്ട് തോമ. ഞാൻ ഒരു 10-40ഓളം സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമ റിലീസ് ആവാൻ കാത്തിരിക്കുന്ന അഞ്ചിൽ ഒരാൾ തസ്കരൻ എന്ന് പറയുന്ന സിനിമയിൽ അഞ്ചിൽ ഒരാളായിട്ട് പ്രധാന വേഷങ്ങളിലേക്ക് കാത്തിരിക്കുകയാണ്. ആദ്യത്തെ പടം ഏതായിരുന്നു സുബ്രഹ്മണ്യൻ ചേട്ടൻ? ആദ്യം ചെയ്തത് ഒരു 28 വർഷത്തിന് മുമ്പ് മിമിക്സ് സൂപ്പർ 1000. അതാണ് ആദ്യം ആയിട്ട്. ആ സമയത്ത് കുറെ മിമിക്സി സിനിമകൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മിമിക്രി പടങ്ങളിലൊക്കെ ഉണ്ട്, ഒരുപാട് മിമിക്രി പടങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ 92 ആദ്യത്തെ ഗൾഫ് ട്രിപ്പ്. അത് ഏത് രാജ്യമായിരുന്നു? അത് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും പോയായിരുന്നു. KG മാർക്കസിന്റെ ഒപ്പമാണ് പോയത്. അതിലൊരു പ്രശ്നം ഉണ്ടായ ഒരു ട്രിപ്പായിരുന്നു അത്.
എന്താ പ്രശ്നം ഉണ്ടായത്? അന്ന് പാസ്പോർട്ട് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ്. പാസ്പോർട്ട് കിട്ടാനായിട്ട് പാടാം. 6 മാസമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസമൊക്കെ കഴിയണം പാസ്പോർട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ സെഞ്ചുറി മമ്മിക്കാണ് ആ ഗൾഫിൽ ആ ട്രിപ്പിൽ കൊണ്ടുവന്നത്. ഒരു 5 മണിക്ക് പാസ്പോർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പം 3 മണിയായിട്ട് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഓടി പാസ്പോർട്ട് ഓഫീസിൽ ചെല്ല്. അവിടെ നിന്ന് ചെന്നപ്പോൾ അവിടെ നിന്ന് പാസ്പോർട്ട് അയച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ വന്നപ്പോൾ അവിടെ നിന്ന് വന്നിട്ടില്ല. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പോസ്റ്റ്മാൻ ഓടി കതച്ച് വന്ന് പാസ്പോർട്ട് കൊണ്ടു തന്നു. അപ്പോൾ അതുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ മമ്മിക്ക് ആദ്യം തന്നെ പറഞ്ഞു, ഷെയ്ഖാൻ്റെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സംസാരമൊക്കെ പിന്നെ ആ റൂം നമ്പർ ഇത്ര റൂം നമ്പർ ഉണ്ട്, അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് വന്നു പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാൾ പാസ്പോർട്ട് കിട്ടിയാ? ആ കിട്ടി. എന്നാൽ പോയിട്ട് വാ, നിനക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ പോകാനിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ദിലീപാണത്. ദിലീപിന് മുമ്പ് ഞാൻ ആ ഗൾഫിൽ പോയി ആ പ്രോഗ്രാം ഒരു 10-18 പ്രോഗ്രാം അടിച്ചു പൊളിച്ച് നടത്തി സൂപ്പറായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അനുഭവം. അഥവാ സുബ്രഹ്മണ്യൻ ചേട്ടന് കിട്ടിയില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി ദിലീപേട്ടനെ റെഡിയാക്കി നിർത്തിയേക്കാണ്, അടുത്ത ആളെ റെഡിയാക്കാൻ നിർത്തിയിട്ട് അല്ലേ? എന്നിട്ട് സുബ്രഹ്മണ്യൻ ചേട്ടൻ പോയി. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാശക്കൊക്കെ വന്നപ്പോ ദിലീപേട്ടനൊക്കെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്നാലോ എന്ന് ആലോചിച്ചു ജോലിക്ക്. 95-ലോ 94-ലോ മറ്റേ അവിടെ നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർ തീരുമാനിച്ചു വേണം നമുക്ക് ഒരു തവണയും കൂടെ നാട്ടിൽ പോയിട്ട് നമുക്കൊന്ന് രക്ഷപ്പെടുമോ എന്ന് നോക്കാം, എന്നിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് തിരിച്ചു കൊണ്ടു വന്നിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. സുബ്രഹ്മണ്യൻ ചേട്ടന്റെ ധർമ്മജനുമായിട്ട് നിങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടിയില്? ധർമ്മജൻ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടന്റെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു ധർമ്മജൻ, കുറെ നാളെന്ന് കേട്ടിട്ടുള്ളതാണ്. എന്റെ കൂടെ അവൻ ചെറുതിലെ പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് കുറെ കാലം സുബ്രഹ്മണ്യൻ ചേട്ടന്റെ കൂട്ടത്തിൽ ട്രൂപ്പിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. ട്രൂപ്പിൽ ഹൈലൈറ്റ്സിൽ ധർമ്മജൻ കളിച്ചിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, വീട് രാപ്പൻ ചേട്ടൻ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്? അല്ലാണ്ട് പിന്നെ അരവിന്ദന്റെ ശബ്ദം ചെയ്തു, മാളാരവിന്ദൻ ചേട്ടൻ. മാളാരവിന്ദൻ ചെയ്യോ? ഞങ്ങൾക്ക് ആരാത് ഞാനാ കാള മാള ഞാനിവിടെ വന്നിരിക്കുന്നത് ഇട്ടുപെണ്ടെ തട്ടുകട ഉദ്ഘാടനം ചെയ്യാനാ. ഒരു മുട്ടപ്പെട്ട് ചാമ്പ്ലേറ്റ് ഉണ്ടായിക്കൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു. ചീഞ്ഞ മുട്ട എന്റെ അമ്മോ. ചീപ്പും കൊണ്ടൊരു പരിപാടി ഇല്ലേ സുബ്രഹ്മണ്യൻ ചേട്ടാ? ചീപ്പ് കൊണ്ട് പരിപാടിയുണ്ട്, പക്ഷെ ചീപ്പ് എടുത്തിട്ടില്ല. പകരം ഞാനൊരു പാട്ട്, ഫീമെയിൽ ഒരു പാട്ട് പാടാൻ ഉദ്ദേശമുണ്ട്. ഓക്കെ, 4 വരി പാടാം. ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അപ്പം നമ്മുടെ ഈ വേദിയിൽ, ഈ ചെറു വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം ചേട്ടാ. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ചേട്ടനെയും കുഞ്ചൻ ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയ സുബ്രഹ്മണ്യം ബോൾഗാട്ടി ചേട്ടൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു മലയാളിയെങ്കിലും ചിരിപ്പിച്ചവരാണ് ഈ എക്സലൻസ് അവാർഡിന് അർഹരായിട്ട് ഇവിടെ എത്തുന്നത്. അപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങുക മാത്രമല്ല, ഇവിടെ വന്ന എല്ലാ പ്രതിഭകളും അവരുടെ പ്രതിഭയുടെ ഒരു അംശം നമുക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടാണ് പോകുന്നത്. എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പെർഫോമൻസ് കാണിച്ചു തന്നുകൊണ്ടാണ് പോകുന്നത്. സുബ്രഹ്മണ്യം ചേട്ടനും ഒരുപാട് നേരം ഒറ്റയ്ക്ക് 1 മണിക്കൂർ സ്റ്റേജിൽ മൈക്കും കൊടുത്ത് വിട്ടാൽ അവിടെ നിന്ന് 1 മണിക്കൂർ പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ഒരുപാട് പ്രതിഭകളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും 40-ലധികം സിനിമകൾ കഴിഞ്ഞു. പ്രധാന വേഷം ചെയ്ത സിനിമ ഇറങ്ങാനായിരിക്കുന്നു. ആ അവസരത്തിൽ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന് വേണ്ടി സമയം മാറ്റിവെച്ചതിന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്.